എന്താണ് സിവിൽ സർവീസ്? സിവിൽ സർവീസിൽ IAS, IPS, IFS പോലത്തെ ജോലികൾ എന്താണ്? അത് എങ്ങനെ നേടാൻ പറ്റും? നിങ്ങൾ ഇപ്പം നിൽക്കുന്ന ലെവലിൽ നിന്നും അത് നേടാൻ വേണ്ടി എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ സംസാര വിഷയം എന്ന് പറയുന്നത്. അഥവാ IASനെ കുറിച്ചുള്ള IPS എക്സാം, ഈ എക്സാം ആണല്ലോ സിവിൽ സർവീസ് എക്സാം എന്ന് പറയുന്നത്. ഈ എക്സാമിനെ കുറിച്ചുള്ള ബേസിക് ധാരണ ആദ്യമായിട്ട് സിവിൽ സർവീസ് കേൾക്കുന്ന ആള് അല്ലെങ്കിൽ അതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ അറിയണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയിരിക്കും. ഇത്തരത്തിലുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ട്, ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മറ്റുള്ള എന്ത് സംശയങ്ങളും UPSCയുമായി ബന്ധപ്പെട്ട എന്ത് സംശയങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ടാവുകയാണെങ്കിൽ കമന്റ് രൂപത്തിലോ അല്ലെങ്കിൽ ഇവിടെ കാണുന്ന നമ്പറിലൊക്കെ ബന്ധപ്പെടാം, കൂടുതൽ ഡീറ്റെയിൽസ് അറിയാവുന്നതാണ്. അപ്പൊ സിവിൽ സർവീസ് എക്സാം എന്ന് പറയുന്നത് എന്താണ്? IAS നേടാൻ വേണ്ടി, IAS എന്ന് പറയുന്ന ഒരു പോസ്റ്റ് ആണ്, ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് എന്ന് പറയും IAS എന്ന് പറഞ്ഞാൽ. IPS എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ പോലീസ് സർവീസ് എന്ന് പറയും. ഇവരെ നിങ്ങൾ കാണുന്നതാണ്. ഒരു IAS ഓഫീസർ പൊതുവെ ജോലികൾ കളക്ടർ ജോലികൾ കാണുന്ന ഒരു കളക്ടർ എന്ന് പറഞ്ഞാൽ IAS ഓഫീസർ ആയിരിക്കും. അതിന് മുകളിലോട്ട് ഒരുപാട് ജോലികളുണ്ട്, നമ്മൾ പിന്നീട് പറയാം. IPS ഓഫീസർ എന്ന് പറയുമ്പോൾ ഒരു കമ്മീഷണർ ആയിട്ടിരിക്കുന്ന ആള്, ACP, ഇവരൊക്കെ പൊതുവെ IPS ഓഫീസേഴ്സ് ആയിരിക്കും. അത് SP ഓഫീസേഴ്സ് ഒക്കെ ഉണ്ടാവും. അതിന് മുകളിലോട്ടും ഒരുപാട് പോസ്റ്റുകൾ ഉണ്ട്, അത് നമ്മൾ പിന്നീട് പറയാം. അപ്പൊ ഇവരാണ് ഈ ജോലി കിട്ടുന്ന ആളുകൾ. അതുപോലെ തന്നെ IFS ഓഫീസർ, ഇന്ത്യൻ അംബാസഡർ ആയിട്ട് വിദേശ ഇന്ത്യൻ കോൺസുലേറ്റിലൊക്കെ എന്ത് ചെയ്യാണ് നമുക്ക് ഓരോ ആളുകൾ ജോലിക്കാരുണ്ടാവും, അവരാണ് IFS ഓഫീസേഴ്സ്. ഇവര് ഇത് നേടാൻ വേണ്ടി നേടിയെടുത്ത ജോലി എക്സാം ആണ് സിവിൽ സർവീസ് എക്സാം എന്ന് പറയുന്നത്, CSE എന്ന് പറയും. ഈ സിവിൽ സർവീസ് എക്സാം നടത്തുന്ന ഓർഗനൈസേഷൻ ആണ് ഏത്? UPSC എന്ന് പറയുന്നത്, യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ എന്ന് പറയും. UPSC എന്ന് പറയുമ്പോൾ അതിലൊരു PSC ഉണ്ട്. ഇതേപോലെ ഒരു PSC കേരളത്തിലുണ്ട്, കേരള PSC എന്ന് പറയും. കേരളത്തിലേക്കുള്ള PSC പോസ്റ്റുകൾ എക്സാം നടത്തുന്നതാണ്. അത് യൂണിയൻ സർവീസ്, യൂണിയൻ PSC ആണ്, UPSC ആണ് ഈ എക്സാം നടത്തുന്നത്. ഇത് നിങ്ങൾ എപ്പോഴും, ഇത് മൂന്ന് ഞാൻ പറയാനുള്ള കാരണം, നിങ്ങൾ പലപ്പോഴും മാറി മാറി കേൾക്കും. UPSC എക്സാം, IAS എക്സാം, സിവിൽ സർവീസ് എക്സാം, ഇത് മൂന്നും നിങ്ങൾ മാറി മാറി കേൾക്കാറുണ്ട്. മൂന്നും ഉദ്ദേശിക്കുന്നത് ഇത് തന്നെയാണ് കേട്ടോ. അപ്പൊ മൂന്നിന്റെ വ്യത്യാസതാണ്. അപ്പൊ UPSC ആണ് ഈ എക്സാം നടത്തുന്നത്. എപ്പോഴാണ് എക്സാം ഉണ്ടാവുക? എല്ലാ വർഷവും എന്ത് ചെയ്യാം, ഈ എക്സാം കണ്ടക്ട് ചെയ്യുന്നുണ്ട്. എല്ലാ വർഷവും. ഈ വർഷം May 26 സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പൊ എല്ലാ വർഷവും എനിക്ക് ഏതൊരാൾക്കും, ഈ വീഡിയോ കേൾക്കുന്ന ഏതൊരാൾക്കും പോയിട്ട് എക്സാം എഴുതാൻ പറ്റുമോ? ചില ബേസിക് ക്വാളിഫിക്കേഷൻസ് ഇതിന് പറയുന്നുണ്ട്. ഒന്നാമത് നിങ്ങൾക്ക് ഒരു ഏജ് ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് 21 വയസ്സ് മുതൽ 32 വയസ്സ് വരെയാണ് എന്ത് ചെയ്യുക, ഈ എക്സാം എഴുതാനുള്ള ക്വാളിഫിക്കേഷൻ. അപ്പൊ മിനിമം ഏജ് എപ്പോഴും 21 ആണ്. മാക്സിമം ഏജ് ജനറൽ കാറ്റഗറിക്ക് 32ഉം OBC 35ഉം SC ST 37 വയസ്സ് വരെ നമുക്ക് എന്ത് ചെയ്യാം, എക്സാം എഴുതാൻ പറ്റും. അപ്പൊ 21, 32 ഈ വയസ്സിനിടയിൽ വരുന്ന എല്ലാവർക്കും പോയിട്ട് എഴുതാൻ പറ്റുമോ? ഇല്ല. ചില എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻസ് പറയുന്നുണ്ട്. എന്താ ഏറ്റവും ബേസിക് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ? എന്താ? എനി ഡിഗ്രി. +2 മതിയോ? പോരാ. എനി ഡിഗ്രി, അതിൽ കൂടുതൽ മാർക്ക് വേണ്ട, ജസ്റ്റ് പാസ്. ഏത് ഡിഗ്രിയും ജസ്റ്റ് പാസ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, 21 വയസ്സും ആയിട്ടുണ്ടെങ്കിൽ ഈ എക്സാം അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്ലൈ ചെയ്ത് എക്സാം എഴുതാവുന്നതാണ്. എക്സാം എഴുതുമ്പോൾ ജസ്റ്റ് ഒരൊറ്റ എക്സാം ആണോ ഉള്ളത്? 3 ഘട്ടങ്ങളായിട്ടാണ് എക്സാം നടക്കുന്നത്. 3 ഫേസ് ആയിട്ടാണ്. ഫസ്റ്റ് ഫേസ് നമ്മൾ പറയുന്നത് പ്രിലിമിനറി ഫേസ്, സെക്കൻഡ് ഫേസ് മെയിൻസ്, തേർഡ് ഫേസ് ഇന്റർവ്യൂ. പ്രിലിമിനറി എക്സാം ആണ് ഇപ്പൊ വരുന്ന എന്ത് ചെയ്യുന്നത്, May 26 വരുന്നതെങ്കിൽ അതിൽ പ്രിലിമിനറി എക്സാമിൽ 2 എക്സാം ആണ് ഉണ്ടാവുക. GS1ഉം ഒരു സിസാറ്റും. പേപ്പർ 1, പേപ്പർ 2, 2 പേപ്പറാണുള്ളത്. അത് ഒബ്ജക്റ്റീവ് ആണ്. അതോ ഓപ്ഷൻ ഉണ്ടാവും, ടിക്ക് ഇട്ടാൽ മതി അല്ലെങ്കിൽ ബബിൾ ചെയ്താൽ മതി. ഓക്കെ, അതൊരു ക്വസ്റ്റ്യൻ, 4 ഓപ്ഷൻ. ആ ഓപ്ഷൻ ഏതാ ഉത്തരം കണ്ടെത്തിയാൽ മതി. അതാണ് ഒബ്ജക്റ്റീവ് ടൈപ്പ് ഒന്നാമത്തെ ഘട്ടം. ഈ ഒന്നാമത്തെ ഘട്ടത്തിൽ പാസ്സായ ആളുകളാണ് രണ്ടാമത്തെ ഘട്ടത്തിലേക്ക് വരിക. രണ്ടാമത്തെ ഘട്ടം എന്ന് പറയുന്നത് മെയിൻസ് ആണ്. പ്രിലിംസ് കഴിഞ്ഞ് ഒരു 3 മാസം കഴിഞ്ഞാലാണ് രണ്ടാമത്തെ ഘട്ടം എക്സാം ഉണ്ടാവുന്നത്. രണ്ടാമത്തെ ഘട്ടം എക്സാം ഡിസ്ക്രിപ്റ്റീവ് ആണ്, അഥവാ ഡീറ്റെയിൽഡ് ആൻസർ. നിങ്ങൾ സ്കൂളിലൊക്കെ പരീക്ഷ ചെയ്യുന്ന പോലെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും, അതിന്റെ 1.5 പേജിൽ എന്ത് ചെയ്യുക, ആൻസർ ചെയ്യുക. ഒരു എക്സാമ്പിൾ അങ്ങനെയുള്ള പേപ്പറാണ്. അതിൽ 9ഓളം പേപ്പർ ഉണ്ട്. അതിലാണ് നമുക്ക് പല സബ്ജക്ട് പഠിക്കാണ്ട്, പൊളിറ്റി, ഹിസ്റ്ററി, ജോഗ്രഫി, എക്കോണമി, ഇതൊക്കെ കേൾക്കുമ്പോൾ പഠിക്കേണ്ടതൊക്കെ സ്കൂളിൽ പഠിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഇതാണ് രണ്ടാമത്തെ ഘട്ടം. മൂന്നാമത്തെ ഘട്ടം എന്ന് പറയുന്നത് ഇന്റർവ്യൂ ആണ്. രണ്ടാമത്തെ ഘട്ടത്തിൽ മിനിമം മാർക്ക് കിട്ടിയ ആളുകളെയാണ് ഇന്റർവ്യൂ കോൾ വരിക. ഇതാണ് മൂന്നാമത്തെ ഘട്ടം. മൂന്നാമത്തെ ഘട്ടം ഇന്റർവ്യൂ. നമ്മൾ ഇന്റർവ്യൂ ബോർഡിന്റെ മുന്നിൽ ഒരു 3, 4, 5 അടങ്ങുന്ന ഇന്റർവ്യൂ ബോർഡിന്റെ മുന്നിൽ ഇരുന്ന് നമ്മൾ എന്ത് ചെയ്യാണ്, അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുന്നു, അവര് അങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്ന ഒരു ഘട്ടമാണ്. ഈ 3 ഘട്ടം, ഒന്നാം ഘട്ടം പ്രിലിമിനറി ഘട്ടം, 2 മെയിൻസ്, 3 ഇന്റർവ്യൂ. ഈ രണ്ടാമത്തെയും മൂന്നാമത്തെയും ഘട്ടത്തിലെ നിങ്ങളുടെ മാർക്ക് നോക്കിയിട്ടാണ് ടോട്ടൽ മാർക്ക് ഇടുക.
അതിന്റെ ബേസിലാണ് നിങ്ങൾ എന്ത് ചെയ്യുക, റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുക. ഇതൊക്കെ ഒരു വർഷം കൊണ്ട് കഴിയും. ഒന്നാമത്തെ ഘട്ടം കഴിഞ്ഞ് 3 മാസം കഴിഞ്ഞാൽ രണ്ടാമത്തെ ഘട്ടം മെയിൻസ്, അത് കഴിഞ്ഞ് ഒരു 3-4 മാസം കഴിഞ്ഞാൽ മൂന്നാമത്തെ ഘട്ടം, അത് കഴിഞ്ഞ് 2-3 മാസം കഴിഞ്ഞാൽ നിങ്ങൾക്ക് റിസൾട്ട് വരും. ഈ വർഷം കിട്ടിയിട്ടില്ലേ അടുത്ത വർഷം എഴുതാം, അടുത്ത വർഷം കിട്ടിയിട്ടില്ലേ പിറ്റത്തെ വർഷം എഴുതാം. അപ്പൊ എത്ര പ്രാവശ്യം എഴുതാൻ പറ്റും? ജനറൽ കാറ്റഗറി ആണെങ്കിൽ 6 പ്രാവശ്യം ഈ ഏജിന്റെ ഇടയിലായിട്ട് എഴുതാവുന്നതാണ് മാക്സിമം. OBC കാറ്റഗറി ആണെങ്കിൽ 8 പ്രാവശ്യം എക്സാം എഴുതാവുന്നതാണ്. SC/ST ആണെങ്കിൽ അവർക്ക് എത്ര പ്രാവശ്യം എഴുതാം, ഏജ് കറക്റ്റ് ആയാൽ മതി. 21 വയസ്സാവണം, 37 വയസ്സ് കൂടാനും പാടില്ല. ഓക്കെ, അപ്പൊ ഈ എക്സാം എവിടെ വെച്ച് കണ്ടക്ട് ചെയ്യുന്നത്? കേരളത്തിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഒന്നാമത്തെ ഘട്ടം പ്രിലിമിനറി എക്സാം കോഴിക്കോട്, കൊച്ചി, തിരുവനന്തപുരം. രണ്ടാമത്തെ ഘട്ടം മെയിൻസ് എവിടെ മാത്രമേ ഉള്ളൂ? തിരുവനന്തപുരത്ത് മാത്രമേ ഉള്ളൂ. മൂന്നാമത്തെ ഘട്ടം ഇന്റർവ്യൂ ഡൽഹിയിലാണ് നടക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ എക്സാമിന്റെ ബേസിക് ധാരണയാണിത്. എന്താണ്? ഇതിന് 3 ഘട്ടങ്ങളായിട്ട് നടക്കുന്ന എക്സാം. ഇതിൽ മാർക്ക് അനുസരിച്ചാണ് നിങ്ങൾക്ക് ഒരുപാട് പോസ്റ്റുകൾ കിട്ടുന്നത്. റാങ്ക് ലിസ്റ്റ് വരുമ്പം നമ്മുടെ റാങ്ക് അനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാണ്, പോസ്റ്റിംഗ് കിട്ടുകയാണ്. അതിൽ IAS ഉണ്ട്, IPS ഉണ്ട്, IFS ഉണ്ട്, IRS ഉണ്ട്, അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരുപാട് 24ഓളം പോസ്റ്റുകളിലേക്കാണ് നിങ്ങൾ റിക്രൂട്ട് ചെയ്യുന്നത്. ഓരോ വർഷവും ഇതുണ്ട്. ഓരോ വർഷവും എത്ര ആളുകൾക്ക് വരെ മാക്സിമം ജോലി കിട്ടും? 1000 വരെ ഉണ്ടാവാറുണ്ട്. ചിലപ്പോൾ 700-800 ഒക്കെ വരും. ഒരു ആവറേജ് 1000 ആളുകൾക്കാണ് 1000 പോസ്റ്റിലേക്കാണ് എക്സാം നടത്തുക. ഈ വർഷം കിട്ടിയിട്ടില്ലെങ്കിൽ തൊട്ടടുത്ത വർഷം എഴുതാ. സിവിൽ സർവീസിനെ പറ്റിയാന്ന് പറയുന്നത് നിങ്ങൾ നന്നായിട്ട് പഠിക്കുമ്പോൾ ചിലപ്പോൾ ഈ വർഷം കിട്ടിയില്ല, മിസ്സാവേണ്ട ആവശ്യമില്ല. ഉടനെ തന്നെ അടുത്ത വർഷത്തെ എക്സാം വരും. ഓക്കെ, ഒരു 3-4 മാസം കഴിയുമ്പോൾ അടുത്ത വർഷത്തെ എക്സാം വരും. അപ്പൊ ഈ പഠിച്ച സെയിം കാര്യങ്ങൾ തന്നെ എന്ത് ചെയ്യാം, ഒന്നുകൂടി റിവിഷൻ ചെയ്ത് സെറ്റ് ആക്കി അടുത്ത വർഷം കിട്ടാം, അല്ലെങ്കിൽ തൊട്ടടുത്ത വർഷം. അപ്പൊ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇതിനു വേണ്ടി പഠിക്കണം. 1-2 വർഷം പഠിച്ചാൽ നിങ്ങൾക്ക് കിട്ടും, തീർച്ചയാണ്, ഒരിക്കലും മിസ്സായി പോകില്ല. ഓക്കെ, അതാണ് ഈ ബേസിനെ കുറിച്ചുള്ള എക്സാം. എന്താണ് ഈ എക്സാം, ആർക്കൊക്കെ എക്സാം എഴുതാൻ പറ്റും, എങ്ങനെയാണ് നിങ്ങൾ പഠിക്കേണ്ടത്, അത് നമ്മൾ ഒരുപാട് വീഡിയോസ്, ഇനി ഘട്ടം ഘട്ടമായിട്ട് നമ്മൾ വീഡിയോസ് ചെയ്യാം. അപ്പൊ ഫസ്റ്റ് ഘട്ടം എന്നുള്ള എന്തിനാണ് ഈ എക്സാം എഴുതുന്നത്? ഈ ഇത്തരത്തിലുള്ള വലിയ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഈ ജോലികൾ കിട്ടാൻ വേണ്ടിയാണ് നിങ്ങൾ എക്സാം എഴുതണം എന്ന് പറയുന്നത്. ഈ എക്സാം IAS, IPS, IFS ഓഫീസറൊക്കെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് സമൂഹത്തിൽ ഇടുന്ന സ്ഥാനവും നമുക്ക് അവിടെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് വലുതാണ്. അതിനെക്കുറിച്ച് നമ്മൾ പിന്നീട് വിശദമായിട്ട് പറയും. IAS ഓഫീസർ ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാം, അത് നമ്മൾ അടുത്തൊരു വീഡിയോ ആയിട്ട് പറയും. അപ്പൊ ഞാൻ അടുത്ത വീഡിയോയിൽ ഇനി പറയുന്ന കാര്യങ്ങൾ എന്തിനാണ് നമ്മൾ ഇത് നേടുന്നത്, ഇത് നേടിയാൽ IAS ആയാൽ എന്തൊക്കെ ചെയ്യാം, IPS ആയാൽ നമുക്ക് എന്തൊക്കെ ചെയ്യാം, അതുപോലെ തന്നെ ഇത് നേടാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്യണം, സ്കൂൾ പഠിക്കുന്ന ആള് അല്ലെങ്കിൽ കോളേജ് പഠിക്കുന്ന ആള് ഇത് നേടാൻ വേണ്ടി എന്ത് ചെയ്തു തുടങ്ങണം, എന്ത് പഠിച്ചു തുടങ്ങണം, എങ്ങനെ പഠിച്ചു തുടങ്ങണം, ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, വരും വീഡിയോകളിൽ വിശദമായിട്ട് പറയാം. ഓക്കെ, നിങ്ങൾക്ക് അപ്പൊ അതിന്റെ മുന്നേ ഞാനൊരു കാര്യം പറയുന്നത്, ഓൾറെഡി സ്കൂൾ പഠിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ ഏറ്റവും ബേസിക്, ഞാൻ ഇന്ന് ഒറ്റ കാര്യം പറയുന്നുള്ളൂ, പത്രം വായിച്ച് തുടങ്ങിക്കോ. സ്കൂൾ പഠിക്കുന്ന ആളാണെങ്കിലും കോളേജ് പഠിക്കുന്ന ആളാണെങ്കിലും പത്രം വായന ഇന്ന് തന്നെ നിങ്ങൾ ഇത് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തുടങ്ങിക്കോ. അതല്ലാതെ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ള ഞാൻ വിശദമായിട്ട് പറയുന്നുണ്ട്. ഇനി സ്കൂൾ പഠിക്കുന്ന വിദ്യാർത്ഥി ഇത്തരത്തിലുള്ള IAS പഠിക്കണം, നേടണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ IAS ജൂനിയർ കോഴ്സ് ഉണ്ട്, അതിനെക്കുറിച്ച് അറിയാൻ വെള്ള നമ്പറുമായിട്ട് ബന്ധപ്പെടാം. അതുപോലെ തന്നെ കോളേജൊക്കെ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ കോളേജ് ഡിഗ്രി പഠനത്തിന്റെ PG പഠനത്തിന്റെ കൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, IAS നടത്താൻ വേണ്ടിയുള്ള നമ്മുടെ PCM ക്ലാസ്സുകളും ഉണ്ട്. അതിനെക്കുറിച്ചൊക്കെ അറിയാനായിട്ട് എന്ത് ചെയ്യാം, വെള്ള നമ്പറുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ്. അപ്പൊ ഇതിന്റെ തുടർച്ചയായിട്ട് അതിന്റെ അടുത്ത ഘട്ടം അറിയാനായിട്ട് എന്ത് ചെയ്യാം, അടുത്ത വീഡിയോ തീർച്ചയായിട്ടും കാണാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഉടനെ കാണാം. അതുവരേക്കും ബൈ.